ഓക്കെ, ഇന്ന് നമ്മളൊരു ഗെയിം കളിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഫോട്ടോഗ്രാഫി തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി. എല്ലാവരുടെയും കയ്യിലുള്ളതാണ്, എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. പല പ്രമുഖ ഇൻസ്റ്റാ പേജുകളിലൊക്കെ ഇട്ടിരിക്കുന്ന ഓരോ ഫോട്ടോസും സ്മാർട്ട് ഫോണിലെടുത്താണ്. ഇനി സ്മാർട്ട് ഫോണിലെ ഫോട്ടോസിനെ തന്നെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾക്ക് എക്സ്റ്റേണലായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ലെൻസുകൾ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരും. ഓക്കെ, ഓരോ ഫോട്ടോസും ഞാനൊരു 5 സെക്കൻഡത്തേക്ക് കാണിക്കും. നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ട് അതിൽ ABCD എന്നുണ്ടാവും. ആ ഫോട്ടോ കണ്ടിട്ട് അത് സ്മാർട്ട് ഫോണിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഏത് ലെൻസ് വെച്ചാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഫോട്ടോയുടെയും ഇപ്പോൾ A ആണെങ്കിൽ A എന്ന് ഇട്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഏതാണ് ആ ഒരു ലെൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. സോ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ. ഓക്കെ, ടൈംസ് അപ്പ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കമൻറ്റ് ചെയ്ത ഉത്തരം ശരിയാണോ എന്നുള്ളത് വീഡിയോ തുടരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഫോട്ടോ. ഓക്കെ, ടൈംസ് അപ്പ്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ആൻസർ ആയിരുന്നു ഈ രണ്ടാമത്തെ ഫോട്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എങ്ങനെയാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്നൊക്കെ അറിയാം. ഇനി അടുത്തത് മൂന്നാമത്തെ ഫോട്ടോ. ഓക്കെ, ടൈംസ് അപ്പ്. ഇനി നാലാമത്തെ ഫോട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്മാർട്ട് ഫോണിൽ ഏതോ ഫിൽറ്റർ ഇട്ടാണ് എടുത്തതെന്ന്. ഇതൊരു ഹിൻറ്റും കൂടെയാണ്. എന്ത് ഫിൽറ്ററാണ് എന്നൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 4 ഫോട്ടോസ് അപ്പോൾ കഴിഞ്ഞു. അത്യാവശ്യം ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള 2 വീഡിയോസാണ്. മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ ചേഞ്ചുകളായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. എന്തായാലും ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. സോ ഫെയർലി ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും കറക്റ്റായിട്ട് ഗസ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഫൈനൽ വീഡിയോ. ഇത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് വ്യത്യാസം എന്ന് പോലും മനസ്സിലാവുള്ളൂ. അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ടൈംസ് അപ്പ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നമ്മൾക്ക് ഈ ഫോട്ടോസൊക്കെ ഞാൻ എന്തിലാണ് എടുത്തത്, എങ്ങനെയാണ് എടുത്തത് എന്നും ഓരോ ലെൻസുകളുടെയും പേര് പറയുമ്പോഴും ഞാൻ ഈ ഫോട്ടോസൊക്കെ കാണിക്കും. അതിൽ വരുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരം ശരിയാണോ, നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്തായാലും ഏറ്റവും ആദ്യം ഈ ലെൻസുകളെല്ലാം ഏത് കമ്പനിയുടെയാണ്, ഇതിൽ എന്തൊക്കെ ലെൻസുകളാണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് ആഡ്കോമിൻ്റെ കയ്യിൽ നിന്നും വേറൊരു പാക്കേജാണ്. ഇതൊരു ട്രാവൽ ലെൻസിൻ്റെ പാക്കേജാണ്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് നമ്മൾക്കിത് ഇതാണ് വന്നിരിക്കുന്ന ട്രാവൽ ലെൻസ്. ഇതെന്ന് പറയുന്നത് ഒരു 8-in-1 ട്രാവൽ ലെൻസാണ്. അപ്പോൾ ഇതിനകത്ത് വൈഡ് ആംഗിൾ ഫോട്ടോസ്, മാക്രോ ഫോട്ടോ, ടെലിഫോട്ടോ, ഫിഷ് ഐ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എന്തായാലും നല്ല ഒരു പൗച്ചിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. ഈ പൗച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ബെൽറ്റിലൊക്കെ ഹുക്ക് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു മെറ്റാലിക് ഹുക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചിലാണ് വന്നിരിക്കുന്നത്. ആഡ്കോം ട്രാവൽ ലെൻസ് എന്ന് മുകളിൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പൗച്ച് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇതിന് മുന്നേയും ആഡ്കോമിൻ്റെ ഒരു ലെൻസിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു. അതൊരു ടെലിഫോട്ടോ ലെൻസ് മാത്രമായിരുന്നു. എന്നാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആഡ്കോമിൻ്റെ ആ ഒരു സ്മാർട്ട് ഫോൺ ക്ലിപ്പാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് നമ്മുടെ ഈ ഒരു ലെൻസ് മൗണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി ഒരു ലെൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിയും ലെൻസുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഓരോരോ ലെൻസും എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് 2x ടെലിഫോട്ടോ ലെൻസിലെടുത്ത ഫോട്ടോസ് നമുക്ക് നോക്കാം. ഇതിലുണ്ടായ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചായിരുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്നുള്ളത് ഈ ഫോട്ടോസ് കമ്പയർ ചെയ്ത് നോക്കാം. എനിവേ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ആക്ച്വൽ ഫോട്ടോയും ഈ ലെൻസ് വെച്ചിട്ടുള്ള ഫോട്ടോയും നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ടെലിഫോട്ടോ ലെൻസ് ചെയ്യുന്നത്? കുറച്ചുകൂടി നമ്മുടെ വൈഡായിട്ടുള്ള ക്യാമറയെ എടുത്തിട്ട് ഒന്ന് കംപ്രസ് ചെയ്ത് ഒരു പ്രോപ്പർ ഫ്രെയിം ആക്കി വയ്ക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയുള്ള ഫോട്ടോസ് നിങ്ങൾ കാണുവാണെങ്കിൽ മിക്കതും ഇതേപോലെ ടെലിഫോട്ടോ ലെൻസിലൂടെ എടുക്കുമ്പോഴായിരിക്കും ആ ഒരു എഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഫിഷ് ഐ ലെൻസ് ആണ്. ഫിഷ് ഐ ലെൻസിൻ്റെ ഗുണം എന്താണ്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വലിയ സർക്കുലർ ഷേപ്പിലായിരിക്കും. അതായത് ഒരു ഗ്ലോബ് പോലെയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫിഷ് ഐ ലെൻസിൽ എടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾ ഇത്രയും വലുതായും സർക്കുലർ ആയതുകൊണ്ടും തന്നെ നമുക്ക് കാണാൻ ഒരു പ്രത്യേക എഫക്റ്റ് ആയിരിക്കും. ഇതിൽ കാണിച്ച ഒരു ഫോട്ടോയെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കമൻറ്റ് ചെയ്യാനായിട്ട്. എത്ര പേരാണ് ഉത്തരം ശരിയാക്കിയത് എന്നുള്ളത് താഴെ നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ 15x മാക്രോയും അതേപോലെ തന്നെ വൈഡ് ക്യാമറയും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ ലെൻസാണ്. അതിൽ മാക്രോയിൽ മാത്രം എടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും.
എന്ത് രസമല്ലേ ശരിക്കും ആ ഒരു തോർത്തിലുള്ള ആ ഫൈബേഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ സൈഡിൽ കാണുന്ന ആ ചെറിയ ചെറിയ സ്ട്രാൻഡ്സ്, ഇതെല്ലാം വളരെ ക്ലീൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലൂടെ എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ ഐഫോൺ 13 പ്രോയിലൊക്കെ നിങ്ങൾക്ക് വൈഡ് ആംഗിൾ ലെൻസിൽ തന്നെ മാക്രോ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അത്ര രൂപയൊന്നും മുടക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ലെൻസ് വെച്ചാൽ നിങ്ങളുടെ ഫോണിലും അതേ രീതിയിലുള്ള മാക്രോ ഈ കാണുന്ന പോലെ എടുക്കാനായിട്ട് പറ്റും. സോ മാക്രോ ഫോട്ടോഗ്രാഫി എത്ര പേരാണ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു കോമ്പിനേഷൻ ലെൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവർ വൈഡിനുള്ളിലാണ് 15x മാക്രോ വെച്ചിരിക്കുന്നത്. അപ്പോൾ വൈഡിലെടുക്കുന്ന ഫോട്ടോസ് ഏകദേശം ഇത്തരത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു മാക്രോ ലെൻസിനെ ആയിരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, അത്രയും അടുത്ത് പോകണമെങ്കിൽ നമുക്ക് മാക്രോ ലെൻസ് തന്നെ വേണ്ടി വരും. ഇനി അടുത്തത് ഈ ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കുറേ ആൾക്കാർക്ക് ഗസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. പക്ഷേ പണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഓണത്തപ്പനോ അതേപോലെ ഫ്ലവർ പോട്ടൊക്കെ വെക്കുന്ന രീതിക്ക് നമുക്കൊരു സാധനം കിട്ടും, ഒരു PP പോലത്തെ സാധനം. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നോക്കും, ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെ പറയുന്ന പേരാണ് കാലിഡോസ്കോപ്പ്. അപ്പോൾ കാലിഡോസ്കോപ്പ് ലെൻസിലൂടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിസാറായിട്ടുള്ള നല്ല എഫക്റ്റുകളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയിലെ വീഡിയോയിലും കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി അടുത്ത ഫോട്ടോ ഞാൻ എല്ലാവരോടും ആദ്യമേ ഒരു ക്ലൂ തന്നിരുന്നു, ഫിൽറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ലെൻസിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റാർലൈറ്റ് ഫിൽറ്റർ ലെൻസാണ്. സ്റ്റാർലൈറ്റ് ഫിൽറ്റർ ലെൻസിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇതേപോലെ വെളിച്ചപ്പോൾ മരത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങളിങ്ങനെ ചെറിയ ലൈറ്റ് വരുന്ന സ്ഥലത്തൊക്കെ പോയിന്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാറിൻ്റെ ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും. ഇത് പൊതുവേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫിൽറ്ററായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കലി ലെൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യണം, ഏതെങ്കിലും ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർലൈറ്റ് ഫിൽറ്റർ ലെൻസാണ്. കുറേ ആൾക്കാർ തെറ്റിച്ച് കാണാം ഈ ഒരു ഫിൽറ്ററിൻ്റെ പേര്. എനിവേ, സ്റ്റാർ കണ്ടിട്ട് ശരിയാക്കിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പോൾ മാക്രോ ക്യാമറ നമ്മൾ വൈഡ് ആംഗിളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ റിസൾട്ട് നമ്മൾ കണ്ടായിരുന്നു. ഇനി അൾട്രാ വൈഡ്, വെറും അൾട്രാ വൈഡ് അല്ല, സൂപ്പർ അൾട്രാ വൈഡ് ലെൻസിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ സൂപ്പർ അൾട്രാ വൈഡ് എന്ന് പറയുന്നത് ഫിഷ് ഐ ലെൻസിൻ്റെ അത്രയും എക്സ്ട്രീം അല്ല, എന്നാൽ വൈഡിൻ്റെ അത്രയും ചെറുതുമല്ല, ഒരുവിധം നല്ല ആംഗിൾ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ 15xൻ്റെ വേറൊരു മാക്രോ കോമ്പിനേഷൻ വരുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കാണിച്ച ഒരു ഫോട്ടോ, ഓക്കെ, ഈ ഒരു ഫോട്ടോ പല ആൾക്കാരും ചിലന്തി വലയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആക്ച്വൽ ഫോട്ടോ എന്ന് പറഞ്ഞത് സോപ്പാണ്, സോപ്പ് ബബിളാണ്. സോപ്പ് ബബിളിൻ്റെ ഇത്രയും അടുത്ത് പോയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെറിയ മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെയൊക്കെ ചെറിയ മൈക്രോ ഫൈബേഴ്സും കാണാനായിട്ട് പറ്റുന്ന വളരെ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ളൊരു 15x മാക്രോ ക്യാമറയാണ്. മാക്രോ ലെൻസാണ്. ആ ഒരു ലെൻസ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഫൈനലി നമ്മൾ വെച്ചാൽ ആ ഒരു ഗെയിമിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാർക്കും ലെൻസാണോ എന്താണ് എന്നും പിടികിട്ടുന്നുണ്ടായില്ല. പക്ഷേ എന്തോ ഒരു വ്യത്യാസം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, ഇത് CPL ലെൻസ് വെച്ചെടുത്താണ്. CPL എന്ന് പറഞ്ഞാൽ സർക്കുലർ പോളറൈസ്ഡ് ലെൻസാണ്. അതായത് ഈ ലെൻസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയേഴ്സ്, അതായത് ഹൈലൈറ്റ്സും ഷാഡോസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു ലെൻസ് കറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹൈലൈറ്റ്സ് കൂടുതലുള്ള സ്ഥലം, ഷാഡോസ് കൂടുതലുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. സോ CPL ലെൻസ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം എടുത്തിരിക്കുന്നത്. പൊതുവേ ഔട്ട്ഡോറിലൊക്കെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഹൈലൈറ്റ്സ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ലെൻസാണിത്. അപ്പോൾ ഇത് എത്ര പേരാണ് ശരിയാക്കിയിരിക്കുന്നത്? ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ശരിയാക്കിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ബഡിങ് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫേഴ്സും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുറക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു ലെൻസ് പാക്ക് എന്ന് പറയുന്നത്. 8 ലെൻസുകളാണ്, അതും കോമ്പിനേഷൻ ലെൻസ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ ഫോട്ടോസൊക്കെ കിഡ്ലനായിട്ട് എടുക്കാം. ഞാൻ വലിയ പ്രോ ഫോട്ടോഗ്രാഫർ അല്ല, എങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റി. സോ ശരിക്കും നിങ്ങൾക്ക് ക്യാമറയും സ്മാർട്ട് ഫോണിലും നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വേറെ ലെവലിലേക്ക് ആക്കാനായിട്ട് പറ്റും. എന്തായാലും ഈ ലെൻസുകളുടെയൊക്കെ ഈ ലെൻസ് പാക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അലക്സ, ടേൺ ഓഫ് സ്റ്റുഡിയോ ലൈറ്റ്സ്. ഇത് അലക്സ എനേബിൾഡ് അല്ല. ബൈ ബൈ.